റോക്കി ബായ് ആവാൻ വേണ്ടി കോളേജ് ഉപേക്ഷിച്ച് നേരെ മുംബൈയിലോട്ട് നാട് വിട്ട കഥ ഞാൻ പറയാം. മുംബൈയിൽ ഒരു കോൾ വന്നപ്പോ തന്നെ ഞാനും എന്റെ കൂട്ടുകാരും കോളേജ് ഉപേക്ഷിച്ച് നേരെ മുംബൈക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തി തൊട്ടടുത്ത് മുംബൈക്കുള്ള ട്രെയിനും കയറി നമ്മൾ നേരെ മുംബൈയിലോട്ട് തിരിച്ചു. കയറിയത് ജനറൽ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, മുകളിൽ നിന്നുള്ള വിളി വന്നുകൊണ്ട് തന്നെ ബോഗിയിലുള്ളവരെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം ബോഗിയിൽ നമ്മൾ മാത്രമായി. അങ്ങനെ നമ്മൾ യൂണോ ഒക്കെ കളിച്ച് ചില്ല് ചെയ്ത് ഒരു 1.5 ദിവസം കൊണ്ട് നമ്മൾ താനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് തൊട്ടടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് അധോലോകത്തിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയി. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് നമുക്ക് മീറ്റിംഗ് നടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മത്തേരാൻ കാണാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ നേരെ മത്തേരാനിലെത്തി. സൺറൈസ് പോയിന്റിലൊക്കെ പോയപ്പോഴത്തേന് നല്ല മഴ പെയ്തു. പിന്നെ നമ്മുടെ മൂടൊക്കെ പോയിട്ട് തന്നെ നമ്മൾ തിരിച്ചിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നൈസായിട്ട് താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കിയപ്പോഴാണ് ഒരു ഡ്രൈവറിനെ കിട്ടിയത്. പുള്ളിയുടെ വണ്ടി കയറുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. സലീം കുമാർ CID മ്യൂസിൽ പ്ലെയിൻ പറത്തുന്ന പോലെയാണ് പുള്ളി ഡ്രൈവ് ചെയ്തത്. അധോലോകമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ അടുത്ത പാർട്ടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാവേ.